ഇത് രണ്ട് കറണ്ട് ബില്ല് അടച്ചതിൻ്റെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് വേറെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സെഗ്മെന്റ് യൂട്ടിലിറ്റീസ് ആണ്. അതായത് നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്നത്. കറണ്ട് ബില്ല് അടച്ചതിന് ക്യാഷ് ബാക്ക് കിട്ടിയതായിട്ട് എവിടെയെങ്കിലും കിട്ടും. KSEB എത്രത്തോളം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പറ്റുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറകിലുള്ള ഒരുപാട് ഇരട്ടത്താപ്പുകൾ ഉണ്ടെന്നുള്ളവരെ ഇപ്പം എല്ലാവർക്കും അറിയാം. കറണ്ട് ബില്ല് എത്ര എന്തോരം മാറ്റങ്ങൾ നമ്മൾ LED ബൾബിലേക്ക് മാറ്റി, നമ്മൾ അത് ചെയ്തു, ഇത് മീറ്റർ മാറ്റി വെച്ചു, എന്നിട്ടും കറണ്ട് ബില്ല് കുറയുന്നുണ്ടോ? കുറയുന്നില്ല. വൈ ഡി? ബിക്കോസ് ദർ ആർ സംതിങ് വിച്ച് നമുക്ക് പബ്ലിക്കിന് അവെയർ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബില്ല് ഗ്ലോബൽ ഗാർഡൻ വഴി പേ ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അഡീഷണൽ കൺവീനിയൻസ് ഫീസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ഇലക്ട്രിസിറ്റി ബോർഡോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഒന്നും നമുക്ക് ഒരു കമ്മീഷൻ ഗ്ലോബൽ ഗാർഡന് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടാതെ ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മളൊരു 3.56% ഇൻക്ലൂഡിങ് GST നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് അവർക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഇതിപ്പോ 5,85,000 രൂപയുടെ ഒരു കറണ്ട് ബില്ല് അടച്ച ഒരു ഫാക്ടറിയാണ്, ഒരു സീ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് തോപ്പുംപടിയിലുള്ളത്. അവരുടെ കറണ്ട് ബില്ലാണ്, ഒരു മാസത്തെ കറണ്ട് ബില്ലാണ് ഡിസംബർ 2020. ആ കറണ്ട് ബില്ലിന് അവർ എക്സ്ട്രാ അടച്ചിരിക്കുന്ന 20,000 രൂപ എക്സ്ട്രാ അടച്ചു. അവരെന്തുകൊണ്ട് എക്സ്ട്രാ അടച്ചിട്ട് ഇത്രയും വലിയൊരു ബില്ല് ഇതിൽ കൂടി അടച്ചെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. അവർക്കത് മനസ്സിലായത് കൊണ്ടാണ്. ഇത് 58 UPV ക്രിയേറ്റ് ചെയ്യും. 58 UPV ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ, ഓരോ ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 58 lakh rupees ഇൻ സേ അറ്റ്ലീസ്റ്റ് 3 to 5 years ടൈം. ബാക്കി കോടികൾ വരുന്നവിടെ കിടക്കട്ടെ. അപ്പോൾ അതുപോലെ വേറൊരു ഫാക്ടറിയുടെയാണ് 6,26,000 കറണ്ട് ബില്ല്. അവരടച്ചിരിക്കുന്ന 22,000 രൂപ എക്സ്ട്രാ അടച്ചിട്ടാണ് ആ കറണ്ട് ബില്ല് പേ ചെയ്തിരിക്കുന്നത്. സോ ഭാവിയിൽ അവർക്ക് എന്ത് കിട്ടുമെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായതെന്നാണ്. ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ സംസാരിച്ച് 65 ലക്ഷം രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് ഒരു മാസം അവർക്ക്. എറണാകുളത്തിലെ ഒരു പ്രോമിനന്റ് ഹോസ്പിറ്റലാണ്. അവർ ഈ സിസ്റ്റത്തിലേക്ക് കൂടി കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോണ ഇൻകം എന്താണ്? അവരുടെ എക്സ്പെൻസ് വിൽ ബി കൺവേർട്ടഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. അടുത്തൊരു 4-5 വർഷം കഴിഞ്ഞ് തിരിച്ചു കിട്ടിയാലും മതിയല്ലോ. ഇറ്റ് വിൽ ബിക്കം ഹ്യൂജ് എമൗണ്ട് ഇൻ ദർ ഹാൻഡ്.